ഇന്ന് ഞാനൊരു ബീഫ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വൃത്തിയാക്കിയ ബീഫിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെച്ചേക്കാം. ഇത് കേരള ഫുഡ് മാർക്കറ്റിന്റെ പുതിയ പേജാണ്. പഴയ പേജ് ഇപ്പോൾ നിലവിലില്ല. ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യുക. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട, 5 ഗ്രാമ്പു, 5 ഏലക്ക, ഇതിലേക്കൊരു 10-30 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 2 സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കാം. സവാള ചെറുതായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു. സവാള വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പൊടികളെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളകും 2 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ ഗരം മസാലയും ചേർക്കാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് ബീഫ് വേവിച്ച വെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ നുറുക്കിയ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കത് കറിയിലേക്ക് ചേർത്ത് ഇളക്കാം.